ത്യാഗിജിയുടെ മകളുടെ വിവാഹം അടുത്തയാഴ്ചയാണ്. പക്ഷെ ഇവിടെയോ അദ്ദേഹം ഗ്രൗണ്ടിൽ ഫീൽഡിംഗ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. കാരണം അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ ചിന്ത തന്റെ ബാല്യകാല സുഹൃത്തുക്കളെ മാച്ചിൽ എങ്ങനെ തോൽപ്പിക്കാം എന്നതാണ്. ഇവിടെയാണെങ്കിലോ രാകേഷ് ഒരു ബിസിനസ് ആരംഭിക്കാൻ പോവുകയാണ്. പക്ഷെ ഇപ്പോൾ അയാൾ ഭാര്യയോടൊപ്പം ഒരു ക്യാൻഡിൽ ലൈറ്റ് ഡിന്നറിന് പോകുന്നു. കാരണം ജീവിതത്തിൽ ബിസിനസ് മീറ്റിംഗ് അല്ല, പേഴ്സണൽ മീറ്റിംഗ് ആണ് പ്രധാനം. ഖുഷ്ബുവിന്റെ കാര്യം പിന്നെ പറയുകയേ വേണ്ട. ഹയർ സ്റ്റഡീസിനുള്ള യൂണിവേഴ്സിറ്റി അഡ്മിഷൻ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവൾ തിയേറ്ററിൽ പോപ്കോൺ കഴിച്ചുകൊണ്ട് അവളുടെ ഫേവറേറ്റ് ഹൊറർ സിനിമ ആസ്വദിച്ച് കാണുകയാണ്. കാരണം അതും അത്യാവശ്യമാണല്ലോ. ഇന്നലെയാണ് അമിതും കാവ്യയും പുതിയ വീടിന്റെ അഗ്രിമെന്റ് സൈൻ ചെയ്തത്. പക്ഷേ ഇന്ന് അവരുടെ മകൾ റിയയുടെ പ്ലേ ഡേറ്റ് ആയതുകൊണ്ട് മോളിലെ പ്ലേ സോണിൽ പോയി ഗെയിംസ് കളിക്കുന്നതും ഇമ്പോർട്ടന്റ് ആണ്. ശർമ്മയുടെ റിട്ടയർമെന്റ് പ്ലാനിംഗ് തകൃതിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഒരു ബീച്ച് ഹോളിഡേയുടെ ഇടയിലാണ് അദ്ദേഹം അത് ആഘോഷിക്കുന്നത്. ഇത്തരത്തിലൊരാൾ ഫൈനാൻഷ്യലി സ്ട്രോങ് ആയാൽ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങൾ പോലും അദ്ദേഹത്തിന് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു. ശരിയായ വിവേകപൂർണമായ പ്ലാനിങ്ങിലൂടെയും മ്യൂച്വൽ ഫണ്ടുകൾ പോലുള്ള ഇൻവെസ്റ്റ്മെന്റുകളിലൂടെയും ഫൈനാൻഷ്യൽ സ്ട്രെങ്ത് ലഭിക്കുന്നു. പല ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളിൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നു. എന്നാൽ ഒരു എക്സ്പേർട്ട് ഫണ്ട് മാനേജർ ഇതേ പണം വിവിധ തരം ആസറ്റുകളിൽ നിക്ഷേപിക്കുന്നു. റിസ്ക് കുറയ്ക്കാൻ നിക്ഷേപകരെ ഇത് സഹായിക്കുന്നു. നിക്ഷേപകർക്ക് വരുമാനം ലഭ്യമാക്കുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. നിങ്ങളുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ഈ റെഗുലർ ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് നിങ്ങളെ സഹായിക്കും. അതുകൊണ്ട് തന്നെ മ്യൂച്വൽ ഫണ്ടുകൾ നല്ലതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തിക ഉപദേഷ്ടാവുമായി ബന്ധപ്പെടുക. LIC മ്യൂച്വൽ ഫണ്ട് മുഖേന നടത്തുന്ന നിക്ഷേപക വിദ്യാഭ്യാസ സംരംഭം. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റ് റിസ്കുകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക.